ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിയും വെള്ളക്കടലക്കറിയും കൂടെ. അപ്പോൾ പൂരിക്ക് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചായയൊക്കെ വെള്ളം വെക്കാൻ പോയത്. പിന്നെ അത്രയും നേരം അതൊന്ന് അവിടെ ഇരിക്കട്ടെന്ന് വെച്ചു. അപ്പം ചായയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂരി ഇങ്ങനെ ഞാൻ ആദ്യം കുറച്ചൊരു 10-12 എണ്ണം ഞാനിങ്ങനെ ഒരു അടപ്പ് പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത്രയും ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അടുത്തത് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുക്കറിൽ വെള്ളക്കടല അതിൻ്റെ അകത്ത് തന്നെ മസാലകളൊന്ന് ചൂടാക്കി ആ കടലയുടെ കൂടെ ഒരു ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആ കടലക്കകത്ത് ഇട്ടിട്ട് ഒരു 3-4 വിസിലടിച്ചെടുത്ത്. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ നല്ല ഞാൻ ഒത്തിരി അങ്ങ് വെള്ളമായിട്ടല്ല എടുത്തത്. അതുകൊണ്ട് ഇത്തിരി ചാറായിട്ട് പൂരി കഴിക്കത്തക്ക വിധത്തിലുള്ള ഇതിലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ കടലക്കറി ആ വെള്ളക്കടലയുടെ കൂടെ ഇച്ചിരി ഞാൻ നമ്മുടെ വെള്ള വട്ടാണ ഉണ്ടല്ലേ അതുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം പൂരിയൊക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പം ഡാഡിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ രാവിലെ കൊച്ചു കഴിക്കാതെ പോയണേ കൊച്ചു പറഞ്ഞ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം എനിക്ക് അന്നേരം ഉച്ചയ്ക്ക് ചൂട് പൂരിയും ഇതും തന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ മാവ് അങ്ങനെ വെളിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അവൻ ഉച്ചയ്ക്ക് വന്നുണ്ടെങ്കിൽ പിന്നെ അവനുള്ള പൂരിയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത്രയും നേരമില്ല വെളിയിൽ ഇരുന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ടങ്ങ് ഇതായതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ കുമിളിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി ചോറുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ ആ വെള്ളമെല്ലാം കഴുകി വാരി പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. വിസിൽ വന്നില്ല, പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് തുറന്നെടുക്കുമായിരുന്നു. പിന്നെ തോരൻ വെക്കുന്നത് കാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ്. അപ്പം സവാളയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം ഇട്ട് അതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അരിഞ്ഞ് ക്യാരറ്റും കാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കുറച്ച് കഴിഞ്ഞാണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ചോറ് നല്ല മണിമണി പോലെ വന്നിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ടത്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു വിസിൽ വെക്കണോ വേണ്ടേന്നുള്ളത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒന്ന് ഇവിടുന്ന് അടുത്തൊന്ന് നേരത്തെ ഇവിടെ നമ്മുടെ റോഡ് സൈഡിലെല്ലാം ആൾക്കാരെ ഇരുത്തുമായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അവരെ അവിടെ നിന്ന് മാറ്റി. അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടാൻ പ്രയാസമാണ്. ഒരു വണ്ടിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി പേരയ്ക്കയും ഈ പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.